വർഷത്തേക്ക് നീ എന്തെങ്കിലും പുതുവത്സര പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? ഈ സെന്റൻസസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അല്ലെ. ഉണ്ട്, ഞാൻ അടുത്ത വർഷം സ്ഥിരമായിട്ട് ജിമ്മിൽ പോകും, നീയോ? അങ്ങനെ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് നോക്കാം. സോ അടുത്ത വർഷത്തേക്ക് നീ എന്തെങ്കിലും പുതുവത്സര പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചോദിക്കുന്നത്, എടുത്തിട്ടുണ്ടോ എന്നുള്ളത്? അപ്പൊ നമ്മൾ ഹാവ് യു ടേക്കൺ എന്ന് ചോദിക്കാം. ഹാവ് യു ടേക്കൺ എന്ന് വെച്ചാൽ നീ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു ടേക്കൺ എന്ന് വെച്ചാൽ നീ എടുത്തിട്ടുണ്ടോ, എന്തെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും പുതുവത്സര പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? സോ ഹാവ് യു ടേക്കൺ എനി, എന്തെങ്കിലും എന്ന് പറയുമ്പോൾ എന്താ? എനി, ഏതെങ്കിലും, എന്തെങ്കിലും, ഇതിനൊക്കെ നമ്മൾ എനി എന്നാ പറയാ. സോ ഹാവ് യു ടേക്കൺ എനി ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ? ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ. ന്യൂ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അപ്പോസ്ട്രോഫി എസ് ഉണ്ട്. പുതുവത്സരത്തിന്റെ എന്നുള്ള അർത്ഥത്തിലാണ്. സോ അപ്പോസ്ട്രോഫി എസ് ആണ്, വെറുതെ എസ് കൊടുക്കണ്ട. സോ എനി ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രതിജ്ഞ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വർഷമാകുമ്പോൾ നമ്മൾ അറിയത്തില്ല, ഈ വർഷം തൊട്ട് ഞാൻ ഇനി ഷുഗർ കട്ടാണ്, ഞാൻ ഡയറ്റാണ്, ഞാൻ ഇനി ഫോൺ ഒത്തിരി യൂസ് ചെയ്യത്തില്ല, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കും, വർക്കിൽ കുറെ കൂടി ഫോക്കസ് ചെയ്യാം. നമ്മൾ കുറേ പ്രതിജ്ഞകൾ എടുക്കുമല്ലോ, ഈ വർഷം തൊട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് മറുപടി ആയിട്ട് ഒരാൾ പറയാണ്, ഉണ്ട്, ഞാൻ അടുത്ത വർഷം മുതൽ സ്ഥിരമായി ജിമ്മിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പം അടുത്ത വർഷം മുതൽ ഞാൻ സ്ഥിരമായി ജിമ്മിൽ പോകും എന്നെങ്ങനെ പറയും? ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ യെസ്, അടുത്ത വർഷം മുതൽ ഞാൻ സ്ഥിരമായി ജിമ്മിൽ പോകും. സോ അടുത്ത വർഷം മുതൽ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം നെക്സ്റ്റ് ഇയർ, സ്റ്റാർട്ടിങ് ഫ്രം നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം മുതൽ ഞാൻ സ്ഥിരമായി ജിമ്മിൽ പോകും. I'll go to the gym എന്ന് വെച്ചാൽ എന്താ? I'll go to the gym എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ പോകും. സ്ഥിരമായി എന്ന് പറയുമ്പോൾ റെഗുലർലി, റെഗുലർലി. ഓക്കെ, റെഗുലർലി എന്ന് പറയുമ്പോഴാണ് സ്ഥിരമായി എന്നുള്ള വാക്ക് വരുന്നത്. അപ്പൊ യെസ്, സ്റ്റാർട്ടിങ് ഫ്രം നെക്സ്റ്റ് ഇയർ I'll go to the gym regularly. ഇനി ഞാൻ അടുത്ത വർഷം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കും. അതിന് മുന്നേ നീയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സോറി, അത് ഞാൻ വിട്ടുപോയി. നീയോ, അതെങ്ങനെ നമ്മൾ പറയാ? നീയോ എന്ന് ചോദിക്കുമ്പം നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ നീയോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ യു എന്നേ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രോപ്പറായിട്ട് ചോദിക്കുമ്പോൾ വാട്ട് എബൌട്ട് യു എന്ന് വേണം ചോദിക്കാൻ. വാട്ട് എബൌട്ട് യു എന്നുവെച്ചാൽ നിന്റെ കാര്യം എന്താ എന്നുള്ള അർത്ഥത്തിലാണ്. വാട്ട് എബൌട്ട് യു, വാട്ട് എബൌട്ട് യു. അപ്പം നിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പം നീയോ, അപ്പം ഞാൻ പറയാണ്, ഞാൻ അടുത്ത വർഷം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കും. സോ ഞാൻ അടുത്ത വർഷം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കും. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇയർ തൊട്ട്, അതായത് 2026 തൊട്ട് എല്ലാവരും ഇംഗ്ലീഷ് നല്ലപോലെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഞാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആൻഡ് ഐ ഗ്യാരണ്ടി യു ദാറ്റ് 2027 എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും നല്ലപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കും. താങ്ക് യു. English Mitra. Stop worrying, start learning.